ദുബായുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ പുതിയ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്? ഏത് നിലയിലാണ് അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ? ഏറ്റവും പ്രധാനം ഇപ്പോൾ UAE ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു വിമർശനം ഇറാനെതിരെ ഉണ്ടായിരിക്കുന്നു. അത് സ്വന്തം രാജ്യത്തുണ്ടായിട്ടുള്ള ആക്രമണത്തിനേക്കാൾ ഉപരി ഇറാന് ഇപ്പോൾ ഒമാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെയാണ് അതിശക്തമായിട്ട് ഇപ്പോൾ UAE വിമർശിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒമാനാണ് ഈ സമാധാന ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകി കഴിഞ്ഞ 3 ഘട്ട ചർച്ചകൾക്കും നേതൃത്വം നൽകിയിരുന്നത്. പക്ഷേ ആ ഒമാനിൽ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി UAE ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ നേരത്തെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം UAE ഭാഗത്തു നിന്നും ഡോക്ടർ അൻവർ ഗർഗാഷിന്റേതായിട്ടുള്ള പ്രതികരണം വരുന്നുണ്ട്. അദ്ദേഹം മുൻ UAE മന്ത്രിയും ഇപ്പോൾ അദ്ദേഹം UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവും കൂടിയാണ്. അദ്ദേഹം ശക്തമായി ഇറാനെ ഓർമ്മപ്പെടുത്തുന്നത് അയൽക്കാരുമായല്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, നിങ്ങളുടെ ശത്രുക്കൾ അയൽക്കാരല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള UAE, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഇറാൻ ആക്രമണം നടത്തി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അയൽക്കാരല്ല നിങ്ങളുടെ ശത്രുക്കൾ, അയൽക്കാരുമായിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ അൻവർ ഗർഗാഷ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പല മേഖലകളിലും ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറയുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ മക്തൂം വിമാനത്താവളം, ജബൽ അലിയിലെ വിമാനത്താവളം, അതോടൊപ്പം തന്നെ പിന്നീട് തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിലെ വിമാനത്താവളം, ഇവിടങ്ങളിലൊക്കെ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമത്താവളമാണ്. ആ മേഖലയിൽ വലിയ ജാഗ്രത ഖത്തർ പുലർത്തുന്നുണ്ട്. ഖത്തറിൽ 16 പേർക്കാണ് ഇതുവരെ പരിക്കേറ്റതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പല മേഖലകളിലും ആക്രമണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കുവൈറ്റിലാണ് പിന്നീട് UAE കഴിഞ്ഞാൽ മറ്റൊരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം. ഏതാണ്ട് 30-ലധികം പേർക്ക്, 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ്. മാത്രമല്ല കുവൈറ്റിൽ നിരവധി പേർ ഇന്ത്യക്കാരടക്കം ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇന്ത്യൻ എംബസിയും ഈ കാര്യത്തിൽ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ അന്വേഷിച്ച് അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ഈ ആശുപത്രിയിൽ സന്ദർശിക്കുകയും പരിക്കേറ്റവരെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ഏറ്റവും പ്രധാനമാണ്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും കുറിച്ച് പ്രവാസികളോ സ്വദേശികളോ ആശങ്കപ്പെടേണ്ടതില്ല. ഏത് കാര്യം എങ്ങനെ അഭിമുഖീകരിക്കാനും കുവൈറ്റ് സജ്ജമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള സമ്പൂർണമായിട്ടുള്ള എല്ലാ തരത്തിലും ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പൂർണ്ണമായും സജ്ജമാണ്.